ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ട്രേറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ട്രേറ്റ് തിയറീസ് ഏതെല്ലാമാണെന്ന്. അതിന് തന്നെ ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം, അതുപോലെ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്താണെന്ന്. തിയറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രേറ്റ് തിയറി അല്ലെങ്കിൽ വ്യക്തിത്വ സവിശേഷതാ സമീപനം എന്താണെന്നത് നോക്കാം. ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തിൽ സ്ഥിര സ്വഭാവത്തോടെ പ്രകടമാകുന്ന വ്യക്തിത്വ സവിശേഷതകളെയാണ് വിശേഷകം അല്ലെങ്കിൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തിൽ സ്ഥിര സ്വഭാവത്തോടെ, അപ്പം നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ഥിര സ്വഭാവമായിട്ടുള്ളതാണ്. അപ്പം ആ സ്ഥിര സ്വഭാവത്തോടു കൂടിയുള്ള വ്യക്തിത്വ സവിശേഷതകളെയാണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അത് റിലേറ്റീവ്ലി പെർമനന്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? റിലേറ്റീവ്ലി പെർമനന്റ് ആയിരിക്കും. അതുപോലെ തന്നെ consistent general behavior pattern that an individual exhibit in most situations. അപ്പം മോസ്റ്റ് സിറ്റുവേഷനിലും നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടേതായ തനതായ സ്വഭാവ സവിശേഷതയാണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടുമൊക്കെ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ പരിസരത്തോട് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും, തനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്കായിട്ടുള്ള, നമ്മളിൽ മാത്രം പ്രകടമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ആ ഒരു പ്രതികരണത്തെയാണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഒരാളുടെ ചിന്ത, വികാരങ്ങൾ, പ്രവർത്തനം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന പ്രകട സ്വഭാവമാണ് വ്യക്തിത്വ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിത്വ സവിശേഷത, ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷത എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, അയാളുടെ വികാരങ്ങൾ എങ്ങനെയാണ്, പ്രവർത്തനം എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരാൾ പ്രകടിപ്പിക്കുന്ന ആ സ്വഭാവത്തെയാണ് വ്യക്തിത്വ സവിശേഷത എന്ന് പറയുന്നത്. അതായത് മടിയനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മടിയനായിരിക്കും അല്ലേ? ഇപ്പോൾ പരീക്ഷ വരുവാണെങ്കിൽ ഒരാഴ്ച മുമ്പ് പഠിക്കാൻ വിചാരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കും. എക്സാമിൻ്റെ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കാട്ടിക്കും. ആ മടി എന്ന് പറയുന്നത് അയാളുടെ ചിന്തയിലും വികാരത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും, പഠിക്കുന്ന കാര്യത്തിൽ തന്നെയല്ല, ഏത് ഒരു പ്രവർത്തനം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ചിന്ത എടുത്താലും അല്ലെങ്കിൽ അയാളുടെ ഏതൊരു വികാരം എടുത്താലും ആ മടി എന്ന് പറയുന്ന വ്യക്തിത്വ സവിശേഷത മുന്നിട്ട് നിൽക്കുന്ന ആ സ്ഥിര സ്വഭാവത്തോടെ പ്രകടമാകുന്ന ഒരു വ്യക്തിത്വ സവിശേഷതയാണ് അല്ലേ. അതുപോലെ തന്നെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണെങ്കിലോ എപ്പോഴും സത്യസന്ധനായിരിക്കും. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നാലും അവർ സത്യസന്ധനായിരിക്കും. അപ്പം അയാളുടെ ചിന്തയും വികാരങ്ങളും പ്രവർത്തനങ്ങളും എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ചിന്തയും വികാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിൽ ആ പ്രകടമാകുന്ന ആ സ്ഥിര സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള തൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു വ്യക്തിത്വ സവിശേഷതയാണ് ട്രേറ്റ് തിയറി അല്ലെങ്കിൽ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. The trait approach assumes that personality of an individual is a combination of different behavioral traits that can be discovered through continuous and objective observation of his behavior. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ദ ട്രേറ്റ് അപ്രോച്ച് അസ്യൂംസ് ദാറ്റ്, ട്രേറ്റ് അപ്രോച്ച് പറയുന്നത് എങ്ങനെയാ? പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ബിഹേവിയറൽ ട്രേറ്റ്സ്. ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ബിഹേവിയറൽ ട്രേറ്റ്സ്. ഇതുപോലെ ഒരുപാട് ബിഹേവിയറൽ ട്രേറ്റ്സിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ ഒരു കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ഒരു ആകെ തുകയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ഡിസ്കവേർഡ്. അപ്പം ഈ ഒരു പേഴ്സണാലിറ്റി, ഈ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയറൽ ട്രേറ്റ്സിൻ്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആ വ്യക്തിത്വ സവിശേഷതകളുടെ ആ കോമ്പിനേഷനാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു. അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. എങ്ങനെ? ത്രൂ കണ്ടിന്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ഹിസ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്താണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, നിരന്തരമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത എന്താണ്, വ്യക്തിത്വ സവിശേഷത എന്താണ്, അല്ലെങ്കിൽ ട്രേറ്റ് അപ്രോച്ച് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. എന്താണ് ട്രേറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ട്രേറ്റ് തിയറീസ് അസ്യൂം ചെയ്യുന്നത്? ട്രേറ്റ് തിയറി അല്ലെങ്കിൽ വ്യക്തിത്വ സവിശേഷ സമീപനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 3 തിയറീസ് ആണുള്ളത്. ഒന്ന് ആൽപോർട്ട്സ് ട്രേറ്റ് തിയറി, കാറ്റിൽസ് ട്രേറ്റ് തിയറി,
ആൻഡ് ഐസിങ്സ് ഹൈറാർക്കിക്കൽ ട്രേറ്റ് തിയറി. അപ്പോൾ ഈ 3 ട്രേറ്റ് തിയറികളും പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഈ 3 ട്രേറ്റ്സ് തിയറികളും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കേറ്ററ്റിലാണെങ്കിലും എക്സാമിനാണെങ്കിലും ചോദിക്കാറുള്ള ആ 3 തിയറിയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറി എന്താണെന്ന് നോക്കാം. ആൽപോർട്ട്സ് ട്രേറ്റ് തിയറിനെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് വിളിക്കുന്നുണ്ട്. പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ പ്രവൃത്തികളെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ആൽപോർട്ട് ആരാണെന്ന് അറിയാലോ അല്ലേ? ദ ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി ആണ് കേട്ടോ. ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി ആണ് ആൽപോർട്ട്. അതുപോലെ തന്നെ ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആൽപോർട്ടാണ് കേട്ടോ. അപ്പം ഇദ്ദേഹം പറയുന്ന ഇതാണ്, വ്യക്തിപരമായ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രവൃത്തികൾ, എനിക്ക് എൻ്റേതായ ഒരു ശൈലിയുണ്ട്, എൻ്റേതായ ഒരു പ്രവൃത്തിയുണ്ട്. ആ ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വ്യക്തിത്വ സവിശേഷതയാണ് എന്താ പറയുന്നത്, എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. According to Alport, each individual developed a unique set of organized tendencies അല്ലെങ്കിൽ behavior traits in the course of development. അപ്പോൾ ഒരാളുടെ ഡെവലപ്മെൻറ്റിൽ, ഒരാളുടെ എന്താ പറയുന്നത്, വളരെ ചെറിയ കാലഘട്ടം മുതൽ വളർന്നു വരുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും അവരുടേതായ കുറേ ബിഹേവിയർ ട്രേറ്റ്സ് അവർ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലും അവരുടേതായ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ സ്കൂള്, സാഹചര്യങ്ങൾ, ഫ്രണ്ട്സ്, ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടേതായ കുറേ ബിഹേവിയറൽ ട്രേറ്റ്സ് നമ്മളിൽ രൂപപ്പെടുന്നുണ്ട്. ആ രൂപപ്പെടുന്നതെന്ന് പറയുന്നത് എന്താണ്, യുണീക്ക് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ടെൻഡൻസീസ് ആണത്. ഇതിനെല്ലാം ഒരു യുണീക്ക് സെറ്റ് ഓഫ് ബിഹേവിയർ ട്രേറ്റ്സ് ആണ് ഓരോ ഇൻഡിവിജ്വലിലും ഉണ്ടായി വരുന്നത്. അപ്പോൾ സത്യസന്ധൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റു ചില ഗുണങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്, അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന്, പരിസരങ്ങളിൽ നിന്ന്, ഫ്രണ്ട് സർക്കിളിൽ നിന്ന്, അല്ലെങ്കിൽ പേരൻസിൽ നിന്ന്, ഫാമിലിയിൽ നിന്നെല്ലാം ഓരോ വ്യക്തികളും ഉണ്ടാക്കിയെടുക്കുന്ന അവരവരുടെ ബിഹേവിയർ ട്രേറ്റ്സ്, ഓരോരുത്തരുടെയും എന്താ പറയുക വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ, അതെന്ന് പറയുന്നത് എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഒരാളുടെ പോലെ മറ്റൊരാളുടെ ഒരിക്കലും ഉണ്ടാകാറില്ല. എപ്പോഴും അവർ നമ്മുടേതായ ഒരു തനിമ, നമ്മുടേതായ ഒരു സ്ഥിര സ്വഭാവ സവിശേഷത, ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്വഭാവ സവിശേഷതകളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ സവിശേഷതയെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈച്ച് ഇൻഡിവിജ്വൽ ഡെവലപ്സ്, ഓരോ ഇൻഡിവിജ്വലും ഇങ്ങനെ ഓരോ യുണീക്ക് സെറ്റ് ഓഫ് ബിഹേവിയർ ട്രേറ്റ്സ് അവരവരുടെ ഡെവലപ്മെന്റൽ കാലഘട്ടങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിലും അവരുടേതായ ഒരു തനിമ ഉള്ള ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. The personality of the individual in a particular situation depends on the organization of the behavioral traits. The personality of an individual, ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, ആ ഓർഗനൈസ് ചെയ്തിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ അടുക്കി വെച്ചിട്ടുള്ള ആ ബിഹേവിയർ ട്രേറ്റ്സിനനുസരിച്ചാണ് ഓരോ വ്യക്തിയും ഒരു സിറ്റുവേഷനിൽ പ്രതികരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട്, നമ്മുടേതായ തനതായിട്ടുള്ള ഒരു ബിഹേവിയറൽ ട്രേറ്റ്സ് ഉണ്ട്, ഒരു സ്വഭാവ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളാണ് ഓരോ സിറ്റുവേഷനിലും നമ്മളിൽ എന്തുണ്ടോ അത് തന്നെയാണ് അത് പുറത്തേക്ക് വരുന്നതെന്നാണ് ആൽപോർട്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. ഓരോ വ്യക്തിയുടെയും വികസന പ്രക്രിയയിൽ തനതായ പെരുമാറ്റ സവിശേഷതകൾ വികസിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും വളർച്ചയിൽ എന്താ പറയുന്നത്, അവരുടേതായ രീതിയിലുള്ള പെരുമാറ്റ സവിശേഷതകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരും. ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന സ്വഭാവ സവിശേഷതകളാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെ മാറുന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗ്രാജുവലി വളർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള, നമ്മുടെ തനതായിട്ടുള്ള, നമുക്ക് മാത്രമുള്ള യുണീക്കായിട്ടുള്ള ആ ഒരു ബിഹേവിയറൽ ട്രേറ്റ്സ് ആണെന്നാണ് ആര് പറയുന്നത്, ആൽപോർട്ടിൻ്റെ തിയറിയിൽ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ട്രേറ്റ്സ് അപ്രോച്ചിനെ, ആൽപോർട്ടിന്റെ ട്രേറ്റ്സ് അപ്രോച്ച് അനുസരിച്ച് പ്രധാനമായിട്ടും 3 ടൈപ്പ് ട്രേറ്റ്സ് ആണുള്ളത്. 3 രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് കാർഡിനൽ ട്രേറ്റ്സ്, പ്രമുഖ സവിശേഷതകൾ, സെൻട്രൽ ട്രേറ്റ്സ്, കേന്ദ്ര സവിശേഷതകൾ, ആൻഡ്
സെക്കൻഡറി ട്രേറ്റ്സ്, രണ്ടാം നിര സവിശേഷതകൾ. അപ്പോൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ട്രേറ്റ്സ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? കാർഡിനൽ ട്രേറ്റ്സ്, പ്രമുഖ സവിശേഷത. സെൻട്രൽ ട്രേറ്റ്സ്, കേന്ദ്ര സവിശേഷത. സെക്കൻഡറി ട്രേറ്റ്സ്, രണ്ടാം നിര സവിശേഷത. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർഡിനൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത. കാർഡിനൽ പ്രമുഖ സവിശേഷതയാണ് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ ശക്തമായി കാണുന്ന സവിശേഷതയാണ് പ്രാഥമിക സവിശേഷത അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത, അതും അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ, ബിഹേവിയറിൽ കാണപ്പെടുന്ന ശക്തമായി കാണപ്പെടുന്ന ആ ഒരു സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? പ്രാഥമിക സവിശേഷത എന്ന് പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ദ സിംഗിൾ ട്രേറ്റ്സ് ദാറ്റ് ഡൊമിനേറ്റ് ഇൻഡിവിജ്വൽസ് എൻറ്റയർ പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വലിന്റെ എൻറ്റയർ പേഴ്സണാലിറ്റിയെ എവിടെ എടുത്താലും, ഏതൊരു സാഹചര്യം എടുത്താലും, ഏത് കാലഘട്ടം എടുത്താലും അവിടെ എല്ലാം ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ട്രേറ്റ് ആണ്, ഒരു സിംഗിൾ ബിഹേവിയറൽ ട്രേറ്റ് ആണ്, ഒരു എന്താ പറയുന്ന ഒരേ ഒരു അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാർഡിനൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിലും ആധിപത്യം പുലർത്തുന്ന ഒരൊറ്റ സ്വഭാവത്തെയാണ്. അപ്പം അറിയാലോ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചായിരിക്കും, ഒരു പെൺകുട്ടി പോലീസുകാരുടെ അടുത്ത് പ്രതികരിക്കുന്ന ഒരു കാര്യം. അപ്പം ATM പൈസ എടുക്കാനായിട്ട് എന്തോ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വൃദ്ധന് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിൻ്റെ പേരിൽ പെറ്റിയടിക്കുകയും അവിടെ നിന്നിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു അല്ലേ. ആ ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പെൺകുട്ടിയുടെ കാർഡിനൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുന്ന ആ സിംഗിൾ ബിഹേവിയർ ട്രേറ്റ്സ് ദാറ്റ് ഡൊമിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രതികരിച്ചത്. അപ്പം ആ പെൺകുട്ടിയുടെ എന്താണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്? എന്നാ? തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക, ആരോടാണെങ്കിലും പ്രതികരിക്കുക. അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ കാണുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ രീതിയിൽ പ്രതികരിക്കാറുണ്ടല്ലോ. പോലീസുകാരൻ ഒരു നമ്മളുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം നടക്കുമ്പോഴത്തേക്കും കുറേ കുട്ടികളെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പക്ഷേ ഈ പെൺകുട്ടി പ്രതികരിച്ചു, പോലീസുകാരോട് ചോദിച്ചു. അപ്പൊ അത് എന്താണ്? ആ കുട്ടിയുടെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ആ കുട്ടിയുടെ ആ ഒരു ശീലം അല്ലെങ്കിൽ ആ പ്രതികരിക്കുന്ന ആ ഒരു സിംഗിൾ ബിഹേവിയറൽ ട്രേറ്റ്സ്, ആ കുട്ടിയുടെ എൻ്റർ പേഴ്സണാലിറ്റിയിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സിംഗിൾ ബിഹേവിയർ ട്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റ് കണ്ടാലും പ്രതികരിക്കും, ആരോടാണെങ്കിലും പ്രതികരിക്കും. അപ്പോൾ ആ പെൺകുട്ടിയുടെ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റ് കണ്ടാൽ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിലും ആധിപത്യം പുലർത്തുന്ന ഒരൊറ്റ സ്വഭാവത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലിസിറ്റി വാസ് എ കാർഡിനൽ ട്രേറ്റ്സ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ലാളിത്യം എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കാർഡിനൽ ട്രേറ്റ്സ് ആണ് അല്ലേ. ഗാന്ധിജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഏതാണ്? അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയാണ്. അദ്ദേഹത്തിന്റെ പ്രാഥമിക സവിശേഷത അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത എന്ന് പറയുന്നത് കാർഡിനൽ ട്രേറ്റ്സ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ ഏറ്റവും ശക്തമായി കാണപ്പെടുന്ന ആ ഒരു സവിശേഷതേനെയാണ് പ്രാഥമിക സവിശേഷത അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്താണ് സെൻട്രൽ ട്രേറ്റ്സ്, കേന്ദ്ര സവിശേഷത. Central traits refers to those organized tendencies which can be ordinarily used to describe a person. അപ്പോൾ ഒരു വ്യക്തിയെ വിവരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ആരാണെന്ന് പറയാനായിട്ട്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ആ ഓർഗനൈസ്ഡ് ടെൻഡൻസി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ ട്രേറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്, കേന്ദ്ര സവിശേഷത എന്ന് പറയുന്നത്. ദേ ആർ ലെസ് പെർവസീവ് ദാൻ കാർഡിനൽ ട്രേറ്റ്സ് ബട്ട് ആർ ക്വൈറ്റ് ജനറലൈസ്ഡ് ബിഹേവിയറൽ പാറ്റേൺ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒരു കാർഡിനൽ ട്രേറ്റ് പോലെ ഒന്നുമല്ല. കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വ്യക്തിയിൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്വഭാവ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്നാൽ ഒരു ക്വൈറ്റ് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. ഒരു വ്യക്തിയിൽ കാണുന്ന പല രീതിയിലുള്ള ഒരു പൊതു സ്വഭാവ സവിശേഷതകളെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ കേന്ദ്ര സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ ആലോചിക്കുവാണെങ്കിൽ, കല്യാണം ആലോചിച്ച് നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു
കല്യാണം ആലോചിച്ച് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ചെറുക്കനെ കുറിച്ച് അല്ലെങ്കിൽ പെണ്ണിനെ കുറിച്ച് നമ്മൾ അവരുടെ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കൂ അല്ലേ. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിനാ ഈ ജനറലൈസ്ഡ് ബിഹേവിയർ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ട്രെയ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര സവിശേഷതയാണ് ആ ഒരു വ്യക്തിയുടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പറയാം കുഴപ്പമില്ല, കൊച്ചു പാവാണ്, നല്ല കൊച്ചാണ്, നന്നായിട്ട് പഠിക്കും, മിടുക്കിയാണ്, പാട്ടുപാടും അല്ലെങ്കിൽ ഡാൻസ് കളിക്കും, അങ്ങനെ പറഞ്ഞ് നമുക്ക് ആ ഒരു കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയുടെ ബിഹേവിയറിലുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള ചില സവിശേഷതകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ആകെ തുകയായിട്ട് ആ കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് സെൻട്രൽ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ കേന്ദ്ര സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അല്ലെങ്കിൽ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നത് ഏതാണ്? സെൻട്രൽ ട്രെയ്റ്റ്സ് ആണ് അല്ലെ, കേന്ദ്ര സവിശേഷതയാണ്. അപ്പം ഒരുപക്ഷെ ഒരു സാഹചര്യത്തിൽ കുട്ടി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടമല്ലാത്ത കണ്ടാൽ പ്രതികരിക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ മൊത്തത്തിൽ ശാന്ത സ്വഭാവമായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും. അപ്പം ആ ഒരു ആകെ തുക അല്ലെങ്കിൽ ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ നേച്ചർ, ഒരാളുടെ നേച്ചർ, ഒരു വ്യക്തിയുടെ നേച്ചർ എന്താണ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആ സ്വഭാവ സവിശേഷതയാണ് സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ എന്താ പറയുക, ഒരു ബിഹേവിയർ ട്രെയ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷത അല്ല, കോമൺ ആയിട്ട് ഒരു വ്യക്തിയിൽ കാണുന്ന കുറേ സ്വഭാവ സവിശേഷതകളെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സാമാന്യമായി വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന സവിശേഷതകളെയാണ് കേന്ദ്ര സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സാമാന്യമായി വിശദീകരിക്കാൻ, കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറലായിട്ട് ഒരു വ്യക്തിയെ ഇന്ന ആളാണ്, പാവമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയുന്നത്, പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ പറഞ്ഞ് ഒരു വ്യക്തിയെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ കോമൺ ആയിട്ട് ആ കുട്ടിയിൽ കാണുന്ന കുറേ സ്വഭാവ സവിശേഷതകൾ, അതിനെയാണ് കേന്ദ്രീയ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് അയാളിലെ കേന്ദ്രീയ സവിശേഷതകൾ കണ്ടെത്താൻ മതിയാക്കും. അപ്പം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും ഒരു എന്താ പറയുക കാർഡിനൽ ട്രെയ്റ്റ്സ്, ആ പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരേ ഒരു സവിശേഷതയല്ല ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, മറിച്ച് അയാളുടെ സെൻട്രൽ ട്രെയ്റ്റ്സ് ആണ്, കേന്ദ്ര സവിശേഷതയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആൽപോർട്ട് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ കേന്ദ്രീയ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് രീതിയിലുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർഡിനൽ ട്രെയ്റ്റ്സും സെൻട്രൽ ട്രെയ്റ്റ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിഹേവിയർ, ആ ഒരു ബിഹേവിയറിനെയാണ് എന്തെന്ന് പറയുന്നത്? കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ കേന്ദ്ര സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമാന്യമായിട്ട് ഒരാളെ വിശദീകരിക്കുക അല്ലെങ്കിൽ പൊതു സ്വഭാവങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടി കുറച്ചധികം ബിഹേവിയറൽ ട്രെയ്റ്റ്സ് ഉള്ള അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ കുറച്ചധികമുള്ള കുറേ അധികം സ്വഭാവ സവിശേഷതകളെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡറി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ രണ്ടാം നിര സവിശേഷതകൾ. Secondary traits are specific narrow traits which appears in only a relatively small range of situations. അപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ പല സിറ്റുവേഷൻസ് കടന്നു പോകുന്ന സമയത്ത് വളരെ ചെറിയ റേഞ്ചിൽ മാത്രം, വളരെ ചെറിയ സമയത്ത് മാത്രം പുറത്തു വരുന്ന ഒരാളുടെ സ്വഭാവ സവിശേഷതയാണ് സെക്കൻഡറി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ രണ്ടാം നിര സവിശേഷതകൾ എന്ന് പറയുന്നത്. They exert relatively specific and weak effect on behavior. അപ്പോൾ ഒരാളുടെ ബിഹേവിയറിൽ, ഒരാളുടെ വ്യക്തിത്വത്തിന്, ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ള ഒരു സ്വാധീനം മാത്രമേ, വളരെ വീക്കായിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് സെക്കൻഡറി ട്രെയ്റ്റ്സ് വെച്ച് ആയിരിക്കുകയല്ല ഒരിക്കലും ഒരു വ്യക്തി ആരാണെന്നോ അയാളുടെ വ്യക്തിത്വം എന്താണെന്നോ പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ റേഞ്ചിൽ മാത്രം എന്താ പറയുന്നത്, ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കാനോ സ്വാധീനം ചെലുത്തുവാനോ കഴിയുന്നില്ലാത്ത, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു റോളും ഇല്ലാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ് സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ, എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ള, വളരെ ശാന്തമായിട്ടുള്ള ടീച്ചറെ നന്നായി പഠിപ്പിക്കുന്നു, നന്നായി പെരുമാറുന്നു, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കേന്ദ്രീയ സവിശേഷതകളുള്ള അല്ലെങ്കിൽ സെൻട്രൽ ട്രെയ്റ്റ്സ് ഉള്ള ഒരു
ടീച്ചർ ഒരു ദിവസം ഒരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാത്തതിനോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ വരുന്നതിനോ ഒരു ദിവസം ക്ലാസ്സിൽ വഴക്ക് പറയുന്നു. അപ്പോൾ ആ ഒരു ദിവസം ക്ലാസ്സിൽ വഴക്ക് പറഞ്ഞു എന്നുള്ളത് എന്താണ്, വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബിഹേവിയറൽ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ട്രേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ബിഹേവിയർ വെച്ച് അന്ന് ടീച്ചർ ദേഷ്യപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ടീച്ചറിന്റെ ആകെപ്പാടെ വ്യക്തിത്വത്തെ ടീച്ചർ ഭയങ്കര ദേഷ്യക്കാരിയാണ്, എപ്പോഴും വഴക്ക് പറയുന്ന ആളാണ്, അങ്ങനെ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ആ ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന അല്ലെ അന്നത്തെ ടീച്ചറിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി ട്രേറ്റ്സ് ആണ്, അല്ലെ, രണ്ടാം നിര സവിശേഷതകളാണ്. അത് ആ ടീച്ചറിന്റെ സ്വഭാവത്തെ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വളരെ ശാന്തനായിട്ടുള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വളരെ ശാന്തനാണ്, എപ്പോഴും സമാധാനപ്രിയനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മാനേജർ ഒരാവശ്യമില്ലാണ്ട് കുറേ വഴക്ക് പറയാമെന്ന് വിചാരിക്കുക. അയാൾ ചെയ്യാത്ത തെറ്റിന് കുറേ വഴക്ക് പറയുന്നു. അപ്പോൾ കുറേ നേരം വഴക്ക് പറഞ്ഞു കഴിഞ്ഞ് കുറേ നേരം വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ അതിന്റെ ക്ലൈമാക്സിൽ ഒന്ന് പ്രതികരിച്ചെന്ന് വെക്കുക. അപ്പൊ ആ അന്നേരം പ്രതികരിച്ചു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളിലുള്ളതാണോ, ഇദ്ദേഹത്തിന്റെ സെൻട്രൽ ട്രേറ്റ്സിലോ അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്സിലോ ഉള്ളതാണോ? അല്ല. അപ്പൊ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. അപ്പൊ അതെന്ന് പറയുന്നത് അതല്ല അദ്ദേഹത്തിന്റെ ബിഹേവിയർ ആണോ, അതാണോ അയാളുടെ വ്യക്തിത്വം? ഒരിക്കലും അല്ല, അല്ലേ? അപ്പൊ ശാന്തനായിട്ടുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം പ്രതികരിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം ശാന്തനല്ല എന്നുള്ള, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും ആ വ്യക്തിത്വത്തെ അത് പ്രതിഫലിക്കുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന് ഈ ഒരു പർട്ടിക്കുലർ സ്വഭാവ സവിശേഷത ഒരു രീതിയിലും പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നില്ല. ഇതിനെയാണ് എന്ത് പറയുന്നത്, അങ്ങനെ വലിയ റോളൊന്നും ഇല്ലാതെ ഒരാളുടെ വ്യക്തിത്വത്തിൽ വളരെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാത്ത സ്വഭാവ സവിശേഷതകളെയാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ട്രേറ്റ്സ് അല്ലെങ്കിൽ രണ്ടാം നിര സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വഭാവത്തിൽ ദുർബലമായ പ്രതിഭാസം ചെലുത്തുന്നു. അതുപോലെ രണ്ടാം നിര സവിശേഷതകൾ താരതമ്യേന വളരെ കുറഞ്ഞ റേഞ്ചിൽ വ്യക്തിത്വത്തിൽ സ്വാധീനം ചെലുത്തുന്ന സവിശേഷതകളാണ്. അപ്പോൾ വളരെ ചെറിയ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ, വല്ലപ്പോഴും വളരെ റെയറായിട്ട് സംഭവിക്കുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമല്ല. ഭാഗമെന്ന് പറഞ്ഞാൽ അതിനെ വെച്ച് ഒരു വ്യക്തിയെ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ 3 ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടല്ലേ, കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. അപ്പൊ ആൾപോർട്ട് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ദ കാർഡിനൽ ട്രേറ്റ്സ് കമ്പൈൻഡ് വിത്ത് എ ഫ്യൂ central traits form the core of the characteristic traits responsible for giving uniqueness to one's personality. അപ്പൊ ഒരാളുടെ ഈ സെൻട്രൽ ട്രേറ്റ്സും അതുപോലെ തന്നെ ഒരാളുടെ കാർഡിനൽ ട്രേറ്റ്സും ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബിഹേവിയറൽ പാറ്റേണും അതുപോലെ തന്നെ സെൻട്രൽ ട്രേറ്റ്സ് കുറെ ബിഹേവിയറൽ ട്രേറ്റ്സും ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് എപ്പോഴും എങ്ങനെയായിരിക്കും, അത് യുണീക്ക് ആയിരിക്കും, അല്ലേ, തനിമയുള്ളതായിരിക്കും. ഒരാൾക്ക് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഒരാളുടെ കാർഡിനൽ ട്രേറ്റ്സിന്റെയും സെൻട്രൽ ട്രേറ്റ്സിന്റെയും ഒരു കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പ്രമുഖ സവിശേഷതയുടെയും കേന്ദ്രീയ സവിശേഷതകളും ചേർന്ന് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ തനതായ സ്വഭാവ സവിശേഷതകളുടെ തനിമ നൽകുന്നു, അല്ലെ ഒരു വ്യക്തിക്ക് തനതായ ഒരു സവിശേഷത ഉണ്ടാക്കിയെടുക്കുന്നു, അവരുടേതായ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നാണ് ആൾപോർട്ട് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പേഴ്സണാലിറ്റിയെ ട്രേറ്റ് അപ്രോച്ചിലൂടെ പേഴ്സണാലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് കണ്ടത് എന്നാണ്, ട്രേറ്റ് തിയറി എന്താണെന്ന് കണ്ടു. ദെൻ ആൾപോർട്ടിന്റെ ട്രേറ്റ്സ് തിയറി ഏതൊക്കെയാണെന്ന് കണ്ടു. അതിനകത്ത് പ്രധാനമായിട്ട് 3 ടൈപ്സ് ഓഫ് ട്രേറ്റ്സ് ഉണ്ടെന്ന് കണ്ടല്ലേ, കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. താങ്ക് യു.